അനന്തേട്ടാ, എന്താ വേണ്ടേ? വെള്ളം. ഇവിടെ വെള്ളമില്ല, താൻ അടുക്കളയിൽ പോയി ചോദിക്കേ. അതല്ല, അനന്തേട്ടന് കുടിക്കാൻ വെള്ളം. രാത്രിയിൽ ഉറക്കത്തിനിടയിൽ വെള്ളം കുടിക്കുന്ന ശീലമല്ലേ അനന്തേട്ടന്? വെള്ളം കുടിക്കുന്ന ശീലമൊന്നുമില്ല, കൂർക്കം വലിക്കുന്ന ശീലമുണ്ട്. കൂർക്കമ്മലിയുടെ ശബ്ദം എനിക്ക് ഭയങ്കര ഇഷ്ടം. മോള് ആ വെള്ളം അവിടെ വെച്ചിട്ട് വേഗം സ്ഥലം കാലിയാക്കാൻ നോക്ക്. ഞാൻ അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാ? എല്ലാവരും സദ്യയോട്ട് ഒരുക്കുന്ന തിരക്കില. ഞാൻ എന്തേലും ചെയ്യാന്ന് വെച്ചാൽ ഉമ്മയമ്മായി സമ്മതിക്കണ്ടേ? അപ്പൊ കുറച്ചു നേരം അനന്തേട്ടന്റെ അടുത്ത് സംസാരിച്ചിരിക്കാലോ എന്ന് കരുതി. ഇത് ബോഡി സ്പ്രേ ആണോ? നല്ല മണം. അല്ല, മണം ഉണ്ടോ നോക്കട്ടെ. അച്ഛാ, ഞാനൊന്നും ഗൗരി സ്പ്രേ വെള്ളം. ഓർമ്മ ബുദ്ധിയുള്ള ഒരു പോലീസുകാരനാണ് ഞാൻ. നീ എന്റെ അടുത്ത് ഉരുട്ട് കളിക്കരുത്. അയ്യോ അച്ഛാ, അച്ഛൻ വിചാരിക്കുന്ന പോലെ. ആ ഷേണായുടെ പങ്കിന്ന് മണ്ണെണ്ണ പെട്രോൾ അടിച്ചപ്പോഴേ ഞാൻ പറഞ്ഞതാ, അപ്പൊ നീ കേട്ടില്ല. ഇനി എന്നെ കൊണ്ട് വയ്യ, വേറെ നീ ചവിട്ട്. വെറുതെ അല്ല നിന്നെ ചെല്ലും ചെലവും തന്നെ എന്റെ കൂടെ നിർത്തിയിരിക്കുന്നത്. ഇതിനൊക്കെ തന്നെയാ ചവിട്ടണം. ഇനി നീ എനിക്ക് ചെല്ലും തരണ്ട. ഞാൻ ഈ ജോലി റിസൈൻ ചെയ്തു, ഞാൻ പോവാണെന്ന്. അങ്ങനെ ഒരു നോട്ടീസും തരാതെ രാജിവെച്ച് പോകാനൊന്നും പറ്റില്ല. നീ ഇത്ര സെൻസിറ്റീവ് ആലോ മണിയാ. ഇതൊക്കെ ഒരു നാക്കല്ലേ? ഞാൻ കാണിച്ചു തരാം. 10 എണ്ണുന്നതിനകം ഇത് സ്റ്റാർട്ട് ആക്കിയിരിക്കും. സ്റ്റാർട്ടാക്ക്. 1 2 3. ഓ, ആശ്വാസായി. നമ്മളുടെ അവസ്ഥ കണ്ട് വിവരമുള്ള ആരോ വണ്ടി നിർത്തിയിട്ടുണ്ട്. സഹായിക്കാതിരിക്കില്ല. ഹലോ, ബെറ്റ് നിർത്തണ്ട അടി. 4 6 7 8 9. നിന്നെ കണ്ടുപിടിക്കില്ല എന്ന് വിചാരിച്ചോടാ. നിങ്ങൾ ആരാ? എനിക്ക് മനസ്സിലായില്ല. അയ്യോ അനന്തോ, എന്താ ഇത്? കാര്യം പറയാ. അയ്യോ ആരെങ്കിലും ആരാ? മണി. ഇവിടെ പണിയൊന്നുമില്ല, അല്ലെങ്കിൽ തന്നെ ഒരുപാട് പണിക്കാരുണ്ട് ഇവിടെ. പണിയല്ല, മണി. MK മണിയൻ. ഞാൻ അനന്തുവിന്റെ ഫ്രണ്ടാ. ഓ, അനന്തേട്ടന്റെ ഫ്രണ്ടാണോ? സോറി കേട്ടോ. അല്ല, എന്ത് ചെയ്യുന്നു? ഞാൻ ടൗണിൽ ഒരു TV ഷോറൂം നടത്തുന്നു. TV ഷോറൂമോ? കണ്ടാ തോന്നില്ല കേട്ടോ. അല്ലേ, ഈ വലിയ ബിസിനസ്സുകാരൊക്കെ ഇങ്ങനെയാ, വളരെ സിമ്പിൾ ആയിരിക്കും. എത്ര വലുതായാലും ഞാൻ വന്ന വഴി മറക്കാറില്ല. എന്താ കുട്ടിയുടെ പേര്? ഗൗരി. ഗൗളിയോ? ഈ മണിയൻ ചേട്ടൻ ഗൗരിന്ന്. നല്ല പേര്. ഇതൊക്കെ ഒരു നിമിത്തമാണ് ഗൗരി. ഗൗരി ഇവിടെ വന്ന് നിൽക്കുക, അനന്തനനുസരിച്ച് ഞാനിവിടെ വരിക, തമ്മി കാണുക. ആരാണെന്ന് ചോദിച്ച ഒരാള് വരിക. എന്താ വേണ്ടത്? അനന്തേട്ടന് ക്ലോസ് ഫ്രണ്ടാ ചെറിയ മണിയൻ ചേട്ടൻ.
എന്ത് ചെയ്യണു? ചുമ്മാ നടക്കുന്നു. എന്ന് പറയാൻ തീരെ താല്പര്യമില്ലാത്തതുകൊണ്ട് ടൗണിൽ ഒരു TV ഷോറൂം നടത്തുന്നു. ഇതാര് മണിയോ? നാഴേക്ക് 40 തൊട്ട് ഇവിടെ കയറി ഇറങ്ങുന്നവനെ. ഇവിടെ ഒരു ആവശ്യം വന്നപ്പോ നിന്റെ പൊടി പോലും കാണാനില്ലല്ലോ. നീ ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടോടാ? ഉണ്ട്. അവനെന്തുവാടാ നിന്റെ പണിമണി? അതിപ്പോ ടൗണിലൊരു വീഡിയോ ഷോപ്പ് ടിവിയുടെ ആനന്ദമില്ലേ? ആനന്ദിന്റെ അച്ഛാ അവൻ മേലെ കിടന്നുറങ്ങ. ഞാൻ ഉണർത്താം. ഈ ചെക്കൻ ആരാന്നാ പറഞ്ഞത്? അവനവന്റെ പേര് മണി എന്ന് പറഞ്ഞു കേട്ടില്ലേ? മണിന്ന്. സത്യാണോ നീ പറയണേ? പിന്നല്ലാതെ. എടാ അങ്ങനെ അങ്ങ് തല്ലുകൊള്ള നമ്മൾ ആരാ? അതുകൊണ്ട് അതിന്റെ സോഴ്സ് അറിയണമെന്ന് എനിക്ക് തോന്നി. ഞാൻ ഹോസ്റ്റലിൽ പോയി അനിതയെ കണ്ടു. അപ്പൊ അവൾ അങ്ങനെ ഒരു സംഭവമേ അറിഞ്ഞിട്ടില്ലെന്നാ പറയണേ? അതെ. എടാ പ്രേമാഭ്യർത്ഥന നടത്തുന്നവരൊക്കെ ആളെ വിട്ട് തല്ലിക്കണമെങ്കിൽ അവർക്ക് അതിനെ നേരം കാണുള്ളൂന്ന്. എന്ന് വെച്ചാൽ നിന്നെ പോലെ ഒരുപാട് പ്രേമയാചകർ നിത്യവും അവളുടെ പിന്നാലെ നടക്കുന്നുണ്ടെന്ന്. എന്നെ പറ്റി എന്തെങ്കിലും പറഞ്ഞു അനിത? പറഞ്ഞു. ആ സംഭവം അവൾ ആ റോട്ടിൽ വെച്ചേ മറന്നു വന്ന്. തുറന്നു പറഞ്ഞുകൊണ്ട് ഒന്നും തോന്നരുത്. നീ നിന്റെ സ്വപ്ന സഖയുടെ ആട്ടും തുപ്പും കൊണ്ടുവന്നിട്ട് ഒരു കാര്യമില്ല. അവൾ വീഴാനും പോണില്ല, നിന്റെ ആഗ്രഹം നടക്കാനും പോണില്ല. നടക്കും, നടന്നിരിക്കും. നടന്നില്ലെങ്കിലോ? ഇല്ലെങ്കിൽ ഞാൻ ചങ്ങമ്പുഴയുടെ രമണനാവും. ആയിക്കോ, പക്ഷെ മദൻ അവൻ എന്നെ കിട്ടില്ല. ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അതൊക്കെ പോട്ടെ. അല്ല, അനിത അറിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ നമ്മളെ തല്ലാൻ വന്നവന്മാരാരായിരിക്കും? ആരാ? അതാ ഞാനും ആലോചിക്കുന്നത്. വല്യച്ഛൻ അന്വേഷിച്ചെന്ന് പറഞ്ഞു. അന്വേഷിച്ചു. എല്ലാരും ഉറങ്ങിയോ? ഉറങ്ങി. ഇരിക്കെ. വേണ്ട, ഞാനിവിടെ നിന്നോ. നീ ഇരിക്കൂഞ്ഞേ. നീ അങ്ങ് ക്ഷീണിച്ചു പോയല്ലോ മോനെ. എന്തായാലും അവന്റെ മനസ്സിൽ വിഷമം കാണാണ്ടിരിക്കുവോ ശകുന്തളെ? ഒരച്ഛന്റെ യഥാർത്ഥ സ്നേഹം എന്തെന്നറിയാനുള്ള ഭാഗ്യം അവനുണ്ടായില്ലല്ലോ. ശാസിച്ചും ചാലിച്ചും അല്ലേ അവന് ശീലമുള്ളൂ. റിട്ടയർഡ് ആയാലും പോലീസ് തന്നെയല്ലേ. അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല. അച്ഛൻ വളരെ സ്നേഹത്തോടെ തന്നെ എന്നോടൊപ്പം. അങ്ങനെ കരുതുന്നത് നിന്റെ വലിയ മനസ്സാ മോനെ. മോനെ, കുറച്ചു ദിവസം നിനക്ക് ഞങ്ങളെ വീട്ടിൽ വന്ന് നിന്നാലെന്താ? സ്നേഹവും വാത്സല്യവും എന്താണെന്ന് ഞങ്ങൾ കാണിച്ചു തരാം. ഞാൻ വിചാരിച്ചാൽ നിനക്ക് ഈസി ആയിട്ടൊരു ജോലി വാങ്ങിച്ചു തരാൻ പറ്റും. ഗൗരിക്ക് എപ്പോഴും നിന്നെ കുറിച്ച് പറയാനേ നേരമുള്ളൂ. ആ പയ്യനൊരു ജോലിച്ചൻ പറഞ്ഞത് എന്താ? എന്താ? നീ പറ. അയ്യോ, ഞാൻ പറയില്ല. നീ പറ. അവളെ കെട്ടാൻ വരുന്ന ചെക്കൻ വിഷ്ണു ഭഗവാന്റെ പേരുകാരനായിരിക്കും എന്ന് വെച്ചാൽ അനന്തൻ. അയാള് മറ്റൊന്നുകൂടി പറഞ്ഞു. നീ ഞങ്ങൾക്ക് പിറക്കാതെ പോയ ഉണ്ണിയാണെന്ന്. ആരുടെ ഒന്നും ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല. ആകപ്പാടെ ഒരു പോയി. പോയാ? എന്താ വല്യച്ഛ? നന്ദുരിക്ക്. നന്ദു അല്ല, അനന്തു. അതെ, അനന്തു. സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം, സ്നേഹത്താൽ വൃദ്ധി തേടുന്നു. സ്നേഹം താൻ ശക്തി ജഗത്തിൻ സ്വയം, സ്നേഹം താൻ ആനന്ദമാർക്കും. നീ പകച്ചു നോക്കണ്ട, ഇത് ഞാൻ എഴുതിയതല്ല, മഹാകവി കുമാരനാശാന്റേതാ. അദ്ദേഹത്തിന്റെ 2 വരികൾ ഇപ്പൊ ഒരു അത്യാവശ്യമായതുകൊണ്ട് ഞാൻ കടമെടുത്തുന്നേ ഉള്ളൂ. നിനക്കറിയോ അനന്തു, ഞങ്ങളുടെ സമപ്രായക്കാരെ അവരുടെ മക്കളെ തൊട്ടിലിട്ട് ആട്ടുമ്പോ അമ്പിളിയമ്മാമനെ കാണിച്ച് മാമുണ്ണ് എന്ന് പറഞ്ഞ് ഒരു ഉരുള ചോറ് ഉണ്ണികളെ ഊട്ടുമ്പോ ഈ ഇരിക്കുന്ന പാവം സ്ത്രീയും ഞാനും ഉള്ളുരുകി വിങ്ങി പൊട്ടുകയായിരുന്നു. എന്താ സെലീന ഇത്? എന്താ? നിന്റെ സ്വത്തും വേണ്ട, ഒന്നും വേണ്ട. വല്ലപ്പോഴും വിശേഷ ദിവസങ്ങളിലെങ്കിലും അവിടം വരെ ഒന്ന് വരിക. വിഷുവിന് വല്യച്ഛന്റെ കയ്യിൽ നിന്ന് ഒരു കൈനീട്ടം, ഓണത്തിന് വല്യമ്മയുടെ കയ്യിൽ നിന്ന് ഒരു ഓണക്കൊടി. ഇതുവരെ പറഞ്ഞതൊക്കെ നിന്റെ മനസ്സിലിരിക്കട്ടെ. ഇനിയാണ് പ്രധാന ഒരു കാര്യം പറയാൻ പോകുന്നത്. ഈ സെലീനയുടെ അനിയത്തി സ്റ്റെല്ലയുടെ മോനെ നിനക്ക് അങ്ങോട്ട്. അച്ഛനാ നേരത്തെ കിടന്ന് ഉറങ്ങണമെന്ന ഉത്തരവ്. പോലീസ് പറയാ ഇപ്പോഴും. ഞാൻ ഉറങ്ങിയച്ചാ. അല്ല, ഇതങ്ങനെ ഉറപ്പിച്ചിട്ട് ഞാൻ ഉറപ്പിച്ചു. കല്യാണ കാര്യം കുറച്ച് നേരത്തെ പറയണ്ടേ? അപ്പോഴേക്ക് ഈ ചുവന്ന ഷർട്ടിട്ട പന്നിപ്പൂന്ന് ആരാ വിചാരിച്ച? എന്താ നിന്റെ മിന്നായം? എന്താ? ഇങ്ങോട്ട് നോക്ക്. എന്താ ഇവിടെ നിൽക്കുന്നത്? ബസ് സ്റ്റോപ്പിൽ സാധാരണ എല്ലാരും എന്തിനാ നിക്ക? അല്ല, ഞാൻ സാധാരണ രാവിലെയും വൈകിട്ടും ഓരോ മണിക്കൂർ ബസ് സ്റ്റോപ്പിൽ ചെലവഴിക്കാറുണ്ട്. ഇവന് പണ്ട് ലോട്ടറി ടിക്കറ്റ് കച്ചവടമായിരുന്നേ. അതാ. നിങ്ങൾ ലോട്ടറി വിൽക്കണതോ കപ്പലണ്ടി വിൽക്കണതോ എനിക്കറിയണ്ട. അല്ല, പറഞ്ഞേ ഉള്ളൂ. എന്ന് ഇവന്റെ കെയർ ഓഫില് നല്ലൊരു സദ്യ ഉണ്ട്. അപ്പൊ പിന്നെ ഇവന് വേണ്ടി 2 വാദ്യം പറഞ്ഞാൽ മോശമല്ലേ? ഞാൻ അനന്തുന്റെ അമ്മൂമ്മയുടെ 25ാം വെഡിങ് 25ാം ചരമവാർഷികമായിരുന്നു. നല്ല അസല് പ്രഥമനും പുളിശ്ശേരി. അയ്യോ, വല്യച്ഛന്റെ ആയിരുന്നോ? അതല്ല, വല്യച്ഛൻ വരും.
അനന്തുവിനെ കണ്ടില്ലല്ലോ. അവൻ എന്റെ കൂടെ വരുന്നു എന്നാണല്ലോ പറഞ്ഞിരുന്നേ. എപ്പ പറഞ്ഞു? അങ്ങനെ പറയാൻ വഴിയില്ലല്ലോ. അവൻ ധർമ്മം വല്യച്ഛന്റെ കൂടെ വരുമെന്നാണല്ലോ പറഞ്ഞത്, അല്ലേ സെലീനെ? അതെ, അതല്ല അനന്തോട്ട് ഞങ്ങളുടെ ഒപ്പം വരുന്നത്. എന്റെ തടി ഉറക്കെ ഷട്ടിൽ കോക്ക് കളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. മിക്കവാറും ബാറ്റ് വന്നോ അവനെ ഇനി ഇപ്പോഴൊന്നും നോക്കിയിട്ട് കാര്യമില്ല. ആ മണിയന്റെ കൂടെ അല്ലേ പോയത്? അതെ, ഒരുപാട് വൈകും. എന്നാലും വെയിറ്റ് ചെയ്താലോ? ഓ, ഇനി വെയിറ്റ് ചെയ്തിട്ട് കാര്യമുണ്ടോ എന്ന് തോന്നുന്നില്ല. അവനെന്താ എറണാകുളത്ത് പോകുന്ന കാര്യം പറയുന്ന കേട്ടു. അങ്ങനെയാണെ രാത്രി ഒരു ഫോൺ പ്രതീക്ഷിച്ചാൽ അത് വരണില്ല. അപ്പൊ വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല അല്ലേ? ഓ, എന്നാ നീ ഒരു കാര്യം ചെയ്യും. അവൻ വരുമ്പോ ധർമ്മം വല്യച്ഛൻ വലിയ ധർമ്മസങ്കടത്തിലെ പോയെന്ന് അവനോട് പറഞ്ഞു. ഞാൻ ഇറങ്ങട്ടെ. ഓ, വല്യേട്ട് ഇറങ്ങുന്നില്ലേ? ഇറങ്ങുക അനിയ. വരൂ സെലീനെ. സത്യ, ഓ, ഞാൻ നിന്റെ ആരാ? വല്യേട്ടൻ. എന്നാ ഞാൻ പറയുന്നത് നീ അനുസരിച്ചാ മതി. ഓ, അവൻ വന്ന അവിടെ അങ്ങോട്ട് പറഞ്ഞേക്കണം. ഞാൻ അങ്ങോട്ട് പറഞ്ഞൂടാ, നോക്കാം. നോക്കിയാ പോരാ, പറഞ്ഞയക്കണം. ഉമേ, ചേട്ടാ നീ എന്നാ ഇതുപോലെ എല്ലാവരെയും ഒന്ന് കാണുക. അധികം താമസിക്കാതെ എല്ലാവരും കാണേണ്ടി വരും. ഗൗരി, പറഞ്ഞിട്ട് വരൂ. പോട്ടെ. മാറടാ. എല്ലാം പറഞ്ഞ പോലെ. ചേട്ടാ, ശരി ശരി, വരട്ടെ അമ്മേ. അനന്തു എവിടെ? വന്നില്ലല്ലോ. പേടിച്ചു പോയി. അവനിപ്പോ വീട്ടിലുണ്ട്.